ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീണ്ടും ഒരു നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു നോയമ്പുകാലം ആശംസിക്കുകയാണ്. 2024 ലോഗോസിന്റെ പഠനം വളരെ കാര്യമായി നാം നടത്തുന്നു. ലൂക്കായുടെ സുവിശേഷം പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. ഓരോ അധ്യായവും പ്രത്യേകമായി മോക്ക് ടെസ്റ്റ് നടത്തി, മുഴുവൻ അധ്യായങ്ങളും ഉൾപ്പെടുത്തി ഒരു മോക്ക് ടെസ്റ്റ് നടത്തി. ഈ ദിവസങ്ങളെല്ലാം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. എങ്കിലും ധാരാളം പേര് ബൈബിൾ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ആഴ്ചയും മുടക്കം കൂടാതെ മോക്ക് ടെസ്റ്റ് നടത്തിപ്പോകുന്നതിന് ശ്രമിക്കുന്നുണ്ട്. എൻ്റെ 2 മക്കളും ഈ പ്രാവശ്യം ഒരാൾ CBSE 10ാം ക്ലാസ്സും മറ്റൊരാൾ +1 പരീക്ഷ എഴുതുകയാണ്. രണ്ടുപേർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും നടത്തിയ 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റിന്റെ ഫലമാണ്. അതിന്റെ വിജയികളുടെ പേര് വിവരങ്ങളാണ്. 3000-നടുത്ത് ആളുകൾ പരീക്ഷ എഴുതിയിരുന്നു. എന്നാൽ 6 പേര് മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയത്. 2 പേര് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ പേരും മൊബൈൽ നമ്പരും ഒന്നും കൃത്യമല്ലാത്തത് കൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. 6 പേരാണ് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയത്. ഒരു ചോദ്യം തെറ്റിപ്പോയ 6 പേര് കൂടിയുണ്ട്. അങ്ങനെ 12 പേരുടെയാണ് ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അതേ തുടർന്ന് അതിൽ കുറച്ച് മാർക്ക് കിട്ടിയ കുറച്ച് പേരുടെ പേരുകൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 മാർക്ക് പോലും വാങ്ങാത്ത ആളുകൾ പോലും ഉണ്ടായിരുന്നു എന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 8 അധ്യായങ്ങളിൽ നിന്ന് 20 വീഡിയോയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 5 വീഡിയോ കണ്ട ആൾക്ക് പോലും 25 മാർക്ക് ഉറപ്പായും കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. വെറുതെ പരീക്ഷ എഴുതാൻ ശ്രമിക്കാതെ ബൈബിൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യണം എന്ന് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. വിജയികളുടെ പേര് വിവരങ്ങളിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്തിരിക്കുന്നത് 100 മാർക്ക് വാങ്ങി ഫിനിഷ് ചെയ്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി രൂപതാംഗമായ ജാൻസി ഫ്രാൻസിസ് ആണ്. സെന്റ് മേരീസ് ചർച്ച് തുണ്ടത്തുംകടവ് ഇടവക അംഗമാണ്. എത്ര സമയത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ മോക്ക് ടെസ്റ്റുകളെയൊക്കെ പലപ്പോഴും ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു അമ്മാമ്മയാണ് ജാൻസി ഫ്രാൻസിസ്. എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. 2ാം സ്ഥാനം വന്നിരിക്കുന്നത് സീന ജോസ്, ഷംഷബാദ് രൂപതാംഗമാണ്. സെന്റ് അൽഫോൻസ സൂറത്ത് ഇടവക അംഗമാണ്. അമ്മമ്മയ്ക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബിന്നീസ് കറിയ, പാലാ രൂപതാംഗം, കാഞ്ഞിരമറ്റം ഇടവക അംഗം. അമ്മാമയും നമ്മുടെ പല മോക്ക് ടെസ്റ്റുകളിൽ ആദ്യ സ്ഥാനങ്ങൾ വന്നിട്ടുള്ള ആളാണ്. 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കോതമംഗലം രൂപതാംഗം, തൊടുപുഴ ഇടവകാംഗം മോളി തോമസ്. 5ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി രൂപതാംഗവും ഇടപ്പള്ളി ഇടവകാംഗവുമായ ആനി തോമസ്. 6ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തൃശൂർ രൂപതാംഗം സെന്റ് ആന്റണീസ് ഇടവകാംഗം സീന ആൻഡോ. ഇവർ 6 പേരാണ് ആദ്യത്തെ 6 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയതും എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം എഴുതിയതും. അതേ തുടർന്ന് വരുന്ന 6 പേരുടെ പേര് കൂടി പറയുകയാണ്. 7ാം സ്ഥാനം ലിഷ ഷാജു, തൃശൂർ രൂപതാംഗം, കല്ലൂർ ഇടവകാംഗം. 8ാം സ്ഥാനം മേഴ്സി പോൾസൺ, തൃശൂർ രൂപതാംഗമാണ്, ഒല്ലൂർ ഇടവകാംഗമാണ്. 9ാം സ്ഥാനം ആനി ജോണി, ഇരിങ്ങാലക്കുട രൂപതാംഗം, അവിട്ടത്തൂർ ഇടവകാംഗം. 10ാം സ്ഥാനം ബാബു പോൾ,
ആകെ ഒരു പുരുഷ പ്രതിനിധിയാണ് ഈ 12 പേർക്കിടയിൽ ഉള്ളത്. പാലാ രൂപതാംഗമാണ്. 11ാം സ്ഥാനം സുശീല ബായി, തിരുവനന്തപുരം ലാറ്റിൻ രൂപതാംഗം, സെന്റ് ജൂഡ് കിള്ളിപ്പാലം ഇടവകാംഗം. 12ാം സ്ഥാനം ജോളി മത്തായി, തിരുവല്ല രൂപതാംഗം, മുക്കൂർ ഇടവകാംഗം. ഈ 12 പേർക്ക് മാത്രമല്ല, ഇതേ തുടർന്ന് 98, 97, 96, 95 മാർക്കൊക്കെ വാങ്ങിയ ആളുകൾ ധാരാളമുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ നന്നായി ബൈബിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആദ്യ സ്ഥാനങ്ങളൊക്കെ കരസ്ഥമാക്കുന്ന എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഒരു ലോഗോസ് പ്രതിഭയാവുക എന്നതാണ്. ഈ കഴിഞ്ഞ തവണ ലോഗോസ് പ്രതിഭയായത് ഷംഷബാദ് രൂപതാംഗമായ ഒരു സഹോദരിയാണ്. 2024 അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. എന്റെയും ആഗ്രഹം അതുതന്നെയാണ്. നിങ്ങളുമൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. അതിന് എന്തു ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നത് ഒരു പ്രത്യേക വീഡിയോയായി ചെയ്യാം എന്ന് ചിന്തിക്കുന്നു. ഇതേ തുടർന്ന് ഏതാനും റാങ്കുകൾ കരസ്ഥമാക്കിയ ആളുകളുടെ പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയവർക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ആദ്യ സ്ഥാനങ്ങളിൽ എത്തി എന്നതിനേക്കാൾ ഉപരി 10 മാർക്ക് പോലും വാങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞ ആളിന് പോലും ബൈബിൾ പഠിക്കാനൊരു താല്പര്യമുണ്ട് എന്നതാണ്. ബൈബിൾ പഠിക്കുന്ന ആളുകൾക്കെല്ലാം അതിന്റെ നന്മയും അനുഗ്രഹവും ലഭിക്കും. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു.